Hello everyone, welcome to Disha Academy. സെൻട്രൽ ഗവൺമെന്റ് എക്സാംസുകൾക്ക് വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പറഞ്ഞുകൊള്ളട്ടെ, 2026 എന്ന് പറയുന്ന വലിയൊരു വർഷം നമ്മുടെ മുന്നിലുണ്ട്. ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ആ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, മാക്സിമം പുതിയ കാര്യങ്ങൾ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് നോക്കുക. ആ ചേഞ്ചസിൽ നിന്ന് പുതിയൊരു മനുഷ്യനാവുക, പുതിയൊരു ജോലി നേടിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ മാറുക. കംപ്ലീറ്റ്ലി ഒരു ചേഞ്ച് ആണ് നമ്മൾ ഈ ഒരു വർഷത്തിൽ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു ചേഞ്ചസിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ മാറ്റിക്കൊണ്ട് വരേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം പറയുകയാണെങ്കിൽ, കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മൾ മറ്റൊരാളെക്കാളും ഏറ്റവും മുന്നിൽ എത്തണമെങ്കിൽ എങ്ങനെയാണ് അതിന് വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യത്തിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നമ്മളൊരു ഫസ്റ്റ് സെറ്റ് ഓഫ് വീഡിയോ നമ്മൾ ചെയ്തു കഴിഞ്ഞു. എന്തൊക്കെ ശീലങ്ങളാണ് നമ്മൾ കൊണ്ടുവരേണ്ടതെന്നുള്ളത്. SSC CGL പോലുള്ള വലിയ എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു SSC അല്ലെങ്കിൽ റെയിൽവേയിൽ തുടങ്ങിയിട്ടുള്ള ഒരു ചെറിയ എക്സാം ആയിക്കോട്ടെ, ഏതൊരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും നിങ്ങൾ അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു 5 ഹാബിറ്റ്സിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, എക്സാംസുകൾക്ക് വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ എക്സാംസ് എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ വരുത്തി വെക്കുന്ന കുറെ മിസ്റ്റേക്സുകളുണ്ട്. അല്ലെങ്കിൽ ഇനിയെങ്കിലും ഈ ഒരു 2026 നിങ്ങളുടെ അജണ്ട തന്നെ അങ്ങനെ ആക്കിക്കൊള്ളുക. ഈ ഒരു മിസ്റ്റേക്സ് നിങ്ങൾ ഒരിക്കലും വരുത്തരുത് എന്നുള്ളൊരു ആ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കാണുക. ഈ 5 മിസ്റ്റേക്സുകൾ മാക്സിമം വരുത്താണ്ടിരുന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും അടുത്ത് വരുന്ന ഏതൊരു എക്സാമിനായാലും നിങ്ങൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യും. നിങ്ങൾ ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ എന്തായാലും ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് SSC CGL 2026 ഏതൊക്കെ മിസ്റ്റേക്ക്, ടോപ്പേഴ്സിന്റെ സ്ട്രാറ്റജി അനുസരിച്ച് ഏതൊക്കെ 5 മിസ്റ്റേക്സ് ആണ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യേണ്ട എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് പോവാം. അപ്പൊ ഫസ്റ്റ് തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ അതിലേക്ക് അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, നിങ്ങളൊരു മൈൻഡ് സെറ്റും കൂടെ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഒരു സെൽഫ് മോട്ടിവേഷൻ അപ്പുറം നിങ്ങൾക്ക് ഒരു സെൽഫായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമാണ്, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണെന്ന് മനസ്സിലാക്കി ഈ മിസ്റ്റേക്സുകൾ മാക്സിമം ഒരു എക്സാമിനും വരുത്താണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഫസ്റ്റ് ഇഗ്നോറിംഗ് ദ SSC CGL സിലബസ്. ഞാൻ CGL നെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും ഏതൊരു എക്സാമിനും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. CGL എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയൊരു കൊമ്പാണെന്ന് തന്നെ നിങ്ങൾ ആലോചിക്കുക. ഒരു വലിയൊരു മലയാണെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുക. അപ്പൊ ആ ഒരു മലയിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ പല മലകളും താണ്ടി പോകണമായിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ പലതും ഓവർകം ചെയ്യാനായിട്ടുള്ള നിങ്ങൾക്ക് ഒരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് SSC CGL നെ തന്നെ എടുത്തിരിക്കുന്നത്. SSC CGL ന് വേണ്ടി എയിം ചെയ്ത SSC MTS അല്ല, SSC CHS അല്ലല്ലോ, പല എക്സാംസുകളും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് എന്തെന്ന് പറയുന്നത്, സിലബസ് എന്ന് പറയുന്നത്, അല്ലെ? സിലബസ് എന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എന്ത് ചെയ്യും, സിലബസ് ഒന്നും മനസ്സിലാക്കാതെ പലരും ചെയ്യുന്നത് ഒരു തെറ്റാണ്. എല്ലാവരും എന്ത് ചെയ്യും, എക്സാമിന് അപ്ലൈ ചെയ്യുന്നു, ഞാനും അപ്ലൈ ചെയ്യുന്നു, എക്സാമിന് അപ്ലൈ ചെയ്തു, ഈ ഒരു എക്സാം ആണെന്ന് കേട്ടു. നിങ്ങളിപ്പോൾ SSC CGL എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഞാൻ പറയുന്നത് വന്ന് കേട്ടു, എങ്കിൽ ശരി SSC CGL ന് വേണ്ടി പഠിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആവാണ്ട് നിങ്ങൾ എന്തിനാണോ എയിം ചെയ്യുന്നത് ആ എയിം ചെയ്യുന്ന എക്സാമിനെ കുറിച്ചുള്ള ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഫസ്റ്റ് തന്നെ പറയട്ടെ, അതിന്റെ സിലബസ് അറിയുക. സിലബസ് അറിയില്ലെങ്കിൽ എന്താണ് വരുന്നത്, മിസ്റ്റേക്സുകൾ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. സ്റ്റഡിങ് റാൻഡം ടോപ്പിക്സ് ഓർ കോപ്പിംഗ് someone else പ്ലാൻ. അതായത് എന്താണ്, ഏതെങ്കിലും ടോപ്പിക്സുകൾ പഠിക്കുന്നു, ഞാൻ കുറെ മോക്കുകൾ അറ്റൻഡ് ചെയ്യുന്നു, ഞാൻ കുറെ ബുക്കുകൾ വായിക്കുന്നു, ഇതൊക്കെ തന്നെയായിരിക്കും എക്സാമിന് വരുന്നതെന്ന് വിചാരിച്ച് പഠിക്കേണ്ട. അതായത് നമുക്കറിയാലേ, +1 +2 നമ്മൾ ഒരു സിലബസ് അനുസരിച്ചാണ് പഠിക്കുന്നത്. ഒരു ബയോളജിക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, ഹിസ്റ്ററിക്ക് ഒരു ടെസ്റ്റ് ഉണ്ട്, ഈ പറയുന്ന പോലെ മാത്സിന് ഒരു ടെസ്റ്റ് ഉണ്ട്, അങ്ങനെയായിരിക്കും നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ്, ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് നോക്കുന്നത്. 4 സബ്ജക്റ്റ് ആണ് നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. അപ്പൊ ആ 4 സബ്ജക്റ്റ് നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ ഓരോന്നിന്റെയും സിലബസ് അറിയണം. അത്രയ്ക്കൊന്നും വലിയ ഒരു ടോപ്പിക്സുകളോ അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് കയറാൻ പറ്റാത്ത കുറെ കാര്യങ്ങളൊന്നും അല്ല നമുക്ക് എന്ത് ചെയ്യുന്നത്, തന്നിരിക്കുന്നത്. നമുക്ക് പറ്റുന്ന ഒരു സെലക്ടഡ് പോർഷൻ തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ അത് സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ ഫോളോ അപ്പ് ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. അപ്പൊ സ്റ്റഡിങ് റാൻഡം ടോപ്പിക്സ് പഠിക്കാണ്ട്, അല്ലെങ്കിൽ someone else, നമ്മളെ പോലെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് വന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ചെയ്യണമെന്നല്ല. നിങ്ങൾ മസ്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു SSC സിലബസ് എന്ത് ചെയ്യും, നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ ഒരു ഒഫീഷ്യൽ സിലബസ് പ്രിന്റ് എടുത്ത് വെക്കുക. പ്രിന്റ് എടുത്ത് തന്നെ വെക്കുക. നിങ്ങൾ പേപ്പർ ഫോണിൽ നോക്കിയോ അല്ലെങ്കിൽ ലാപ്പിൽ ഇട്ടേക്കോ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് ഒരു പ്രിന്റഡ് കോപ്പി ആയിട്ട് എടുത്ത് വെക്കുക. ആ പ്രിന്റഡ് കോപ്പി എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിൽ തന്നെ ടയർ 1-ന്റെയും ടയർ 2-ന്റെയും ടോപ്പിക്സ് സെപ്പറേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാലോ, SSC CGL ആകുമ്പോൾ ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട്.
MTS മാത്രമാണ് നമുക്ക് tier 1 മാത്രം വരുന്നത്. ബാക്കി ഏതൊരു SSCയുടെ എക്സാം എടുത്ത് നോക്കിയാലും 2 tier ഉള്ള എക്സാംസുകളാണ് വരുന്നത്. അപ്പൊ അതിന്റെ എല്ലാം സിലബസുകൾ മാർക്ക് ചെയ്യുക, സെപ്പറേറ്റ് തന്നെ മാർക്ക് ചെയ്യുക. കാരണം നമ്മൾ ഇപ്പം എയിം ചെയ്യുന്ന ഏതിന് വേണ്ടിയിട്ടാണ്? ഫസ്റ്റ് ടിയറിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയിം ചെയ്യുന്നത്. അപ്പൊ അത് മാത്രം നോക്കുക. പിന്നെ എന്ത് ചെയ്യുക, ടിക് ടോപ്പിക്സ് ആഫ്റ്റർ കംപ്ലീഷൻ. ഞാൻ പറഞ്ഞു പലപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒരു പോർഷൻ പഠിക്കുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി പഠിച്ചു കഴിഞ്ഞിട്ടേ മുന്നോട്ട് പോവാം. അപ്പൊ അതെന്ത് ചെയ്യും, നമുക്കിപ്പോ ഒരുപാട് ടോപ്പിക്സുകൾ ഉണ്ടായിരിക്കും. ആ ടോപ്പിക്സ് ഓരോന്നായിട്ട് നമ്മൾ കവർ ചെയ്യാനാണ് നോക്കേണ്ടത്. ഓരോന്നും എന്ത് ചെയ്യുക, പാഠം നന്നായിട്ട് പഠിച്ച് തിയറിയൊക്കെ മനസ്സിലാക്കി അതിന്റെ കോൺസെപ്റ്റുകൾ കവർ ചെയ്ത് അതിന്റെ പ്രാക്ടീസ് സെറ്റ് ഒരു 10-15 പ്രാക്ടീസ് സെറ്റും കൂടെ എടുത്തു കഴിഞ്ഞിട്ട് ആ ചാപ്റ്റർ നമ്മൾ അങ്ങ് ക്ലോസ് ചെയ്യാം. നമ്മൾ എടുത്തു പിടിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല എക്സാംസുകൾ എന്ന് പറയുന്നത്. നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നമ്മൾ സ്മാർട്ടായിട്ടും നമ്മൾ എത്ര എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് തന്നെ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്സ് കഴിഞ്ഞിട്ട് അതിനെ കംപ്ലീഷൻ വരുത്തുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, നിങ്ങൾ ഹൈ വെയിറ്റേജ് ഏരിയാസ് ഫോക്കസ് ചെയ്യേണ്ടത് എന്തിനെയാണ്, ഹൈ വെയിറ്റേജ് ഏരിയാസിനാണ്. കാരണം ഒരുപാട് ടോപ്പിക്സുകളുണ്ട്. ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ പഠിക്കണമെന്നുണ്ടോ? എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ ഇരിക്കും? അങ്ങനെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് എവിടെയാണോ കൂടുതൽ വരുന്നത് ആ പോർഷൻസ് ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കി ആ വെയിറ്റേജ് കണ്ടുപിടിക്കണം. ഇപ്പൊ മാത്സിലാണെങ്കിൽ ഏത് പോർഷനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, ഇംഗ്ലീഷിലാണെങ്കിൽ എവിടെ നിന്നാണ് ഗ്രാമാറ്റിക് എറർ കൂടുതൽ ചോദിച്ചത്, ഏത് ഭാഗത്തു നിന്നാണ്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തോ പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതെല്ലാം വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് ഹൈ വെയിറ്റേജ് ഏരിയാസ് ഫോക്കസ് ചെയ്യാനായിട്ട് നോക്കുക. കാരണം എന്തായാലും അതിൽ നിന്ന് 4-5 ക്വസ്റ്റ്യൻ ഉണ്ടാവും, നമുക്കത് സ്കിപ്പ് ചെയ്യാനേ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ പോർഷൻ എങ്ങനെയായാലും ഒരു 2-3-4 ദിവസം എടുത്തായാലും പഠിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ റിമെമ്പർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, SSC നെവർ ആസ്ക് ഔട്ട്സൈഡ് ദ സിലബസ്. സിലബസിന് പുറത്തൊന്നും ഒരിക്കലും ചോദിക്കാൻ പോകുന്നില്ല. SSC ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിനുള്ളിൽ നിന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇനി എന്തൊക്കെ അഡീഷണൽ പഠിച്ചാലും കാര്യമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ് വെയിറ്റേജ് ഏരിയ, ഏത് ടോപ്പിക്സുകളാണ് നേരെ പഠിക്കേണ്ടത്, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. പക്ഷെ എന്ത് ചെയ്യുന്നു, നമുക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത്, നമ്മൾ ചുമ്മാ കുറെ യൂട്യൂബ് കാണുന്നു, നമ്മൾ കുറെ ബുക്കുകൾ റെഫർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ എന്ത് വരും കണ്ടോ, ആസ്പിറൻസ് ഫോളോ യൂട്യൂബേഴ്സ് ബ്ലൈൻഡ്ലി, കോച്ചിങ് മെറ്റീരിയൽ ഓവർലോഡ്, കുറെ മെറ്റീരിയൽസ് എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് പഠിക്കുന്നു ഇതിൽ നിന്ന് പഠിക്കുന്നു. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എന്തിലെങ്കിലും ഒന്നിൽ ഫോക്കസ് ചെയ്യണം. നമ്മുടെ ലക്ഷ്യം അനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ ആ ഒരു ബ്രില്യൻസിന്റെ ലെവലിൽ വേണം നമ്മൾ വർക്ക് ചെയ്യാനുള്ളത്. നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതിൽ നിന്നാണ് നമ്മുടെ റിസൾട്ട് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് ആ ഒരു റിവ്യൂസ് ചെയ്യുന്നത്, ആ സെലക്ഷൻ എങ്ങനെയാണ് അത് ഇല്ലാണ്ടാക്കുന്നത്. നമ്മുടെ 2-3 മാസം നമ്മൾ ഇറലവന്റ് ടോപ്പിക്സുകൾ പഠിച്ച് കളയുന്നു. അതായത് നമ്മൾ ചവറ് പോലെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് എക്സാംസിന്റെ ഓറിയന്റേഷൻ ലെവലിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കാനുള്ളത്. അപ്പൊ അങ്ങനെ ഒരിക്കലും നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യരുത്. ഇറലവന്റ് ടോപ്പിക് ആണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവുന്ന ടോപ്പിക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യുക. അത് വെയിറ്റേജ് അനുസരിച്ച് സ്കിപ്പ് ചെയ്യുക. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മിസ്സിംഗ് സ്കോറിംഗ് ടോപ്പിക്സ് ആസ്ക്ഡ് എവരി ഇയർ. എല്ലാ വർഷത്തിലും ചോദിക്കുന്ന ആ ഒരു സ്കോറിംഗ് ഏരിയാസ് കാണും. കാരണം മാത്സിന്റെ ഒരു ടോപ്പിക് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം റേഷ്യോ നിന്ന് ക്വസ്റ്റ്യൻ വരാണ്ടിരിക്കില്ല, പെർസെന്റേജിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാണ്ടിരിക്കില്ല. അത് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആണ്. അപ്പൊ അത് പഠിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്താണ്, നിങ്ങൾ ആ സ്കോറിംഗ് ടോപ്പിക്സുകൾ മനസ്സിലാക്കണം. ഈ പറയുന്ന ഇങ്ങനെ വരും, നമ്മൾ എന്തെങ്കിലുമൊക്കെ അവിടെ നിന്നൊക്കെ ഇവിടെ നിന്നൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോൺഫിഡൻസ് ലോ ആവും. നമുക്ക് ലാസ്റ്റ് മിനിറ്റ് സ്ട്രെസ് വരും. നമ്മൾ ഉദ്ദേശിച്ച ആൻസർ പോലും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല, മിസ്റ്റേക്സുകൾ ഉണ്ടാവും. അപ്പൊ അത് എന്ത് ചെയ്യുക, മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പൊ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ സിലബസ് പ്രിന്റ് ഔട്ട് എടുത്ത് അതിന്റെ ഓരോ ടോപ്പിക്സ് ആയിട്ട് കവർ ചെയ്ത് പോവുക. ഫോക്കസ് മോർ ഓൺ അരിത്തമെറ്റിക്കൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക. പെർസെന്റേജ്, റേഷ്യോ, ടൈം ആൻഡ് വർക്ക്. റീസണിംഗ് ആണെങ്കിൽ അനലോഗി, സീരീസ്, കോഡിങ്. ഇംഗ്ലീഷിലാണെങ്കിൽ എറർ സ്പോട്ടിങ്ങുകൾ, ഒരുപാട് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എറർ സ്പോട്ടിങ്ങിന്റെ പ്രാക്ടീസ് സെറ്റുകൾ ചെയ്ത് പഠിക്കും. അതുപോലെ ക്ലോസ് ടെസ്റ്റ്, പാരഗ്രാഫ് വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കറക്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ആ അപ്രോച്ചിൽ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് നോട്ട് അനലൈസിങ് മോക്ക് ടെസ്റ്റുകൾ. അപ്പൊ ഫസ്റ്റ് പറഞ്ഞു സിലബസ് കറക്റ്റ് ആയിട്ട് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ
ഈ പറയുന്ന ഇറലവന്റ് ആയിട്ടുള്ള ആൻസറിങ് ഒക്കെ എന്ത് ചെയ്യാം, കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ രണ്ടാമത്തെന്ന് പറയുന്നത് നോട്ട് അനലൈസിങ് മോക്ക് ടെസ്റ്റുകളാണ്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടും നമുക്ക് റിസൾട്ട് കിട്ടാത്തതിന്റെ മെയിൻ കാര്യം എന്താണ്? റിസൾട്ട് കിട്ടാത്തതിന്റെ മെയിൻ കാര്യം എന്താണ്? ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് തിങ്ക് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ഗേവ് 20 മോക്സ്, ഞാൻ ഒരു 20 മോക്കൊക്കെ എടുത്തു കഴിഞ്ഞു, എന്നിട്ടും എന്റെ മാർക്ക് ഇംപ്രൂവ് ചെയ്യുന്നില്ല. ഞാൻ ഈ എന്നും ഒരു 5-10 മോക്ക് എടുത്തിട്ട് എന്തുകൊണ്ട് എന്റെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നത്? ഇന്നിപ്പോ എനിക്ക് ഒരു 50 മാർക്ക് കിട്ടി, പിന്നെ എനിക്ക് 48 കിട്ടിയുള്ളൂ, പിന്നെ എനിക്ക് 60 മാർക്ക് കിട്ടി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫ്ലക്ച്വേഷൻ വരുന്നത്? മാർക്കിന്റെ അല്ലെങ്കിൽ സ്കോറിന്റെ ലെവൽ എന്താ കുറഞ്ഞു കുറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് റിയാലിറ്റി? മോക്ക് ഓൺലി ഷോ വേർ യു സ്റ്റാൻഡ്. നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത് മോക്ക് തന്നെയാണ്. അതിലൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾക്ക് എന്താണോ അറിയാന്നുള്ളത് മാത്രമേ മോക്കിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ അനാലിസിസ് ഷോസ് ഹൗ ടു ഇംപ്രൂവ്. നിങ്ങൾ എവിടെയാണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങൾക്ക് വരേണ്ട മാറ്റം എന്ന് മനസ്സിലാക്കി തരുന്നത് ആരാണ്? മോക്ക് ടെസ്റ്റുകളാണ്. ആ ഒരു റിയാലിറ്റി നിങ്ങൾ എന്ത് ചെയ്യുക? അക്സെപ്റ്റ് ചെയ്യുക. ഈ പറയുന്ന പോലെ മോക്ക് എന്താണ്, നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു അനാലിസിങ് കൂടെ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു പ്രോപ്പർ മോക്ക് അനാലിസിസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? എല്ലാ മോക്ക് കഴിയുമ്പോഴും ആഫ്റ്റർ എവറി മോക്ക് ചെക്ക് ക്വസ്റ്റ്യൻസ് യു ഗോട്ട് റോങ്. നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, ഏത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്, എന്തുകൊണ്ട്, വൈ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ തെറ്റിയതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങൾ 1 മണിക്കൂറാണ് നിങ്ങളുടെ മോക്കെങ്കിൽ 2 മണിക്കൂർ നിങ്ങൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യണം? അനാലിസിസിന് യൂസ് ചെയ്യണം. നിങ്ങൾ ഡെയിലി ഒരു മോക്ക് ചെയ്താൽ മതി. പക്ഷെ ആ ഒരു മോക്ക് കൊണ്ട് നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾക്കുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. അതിനെങ്ങനെ പറ്റുള്ളൂ? അനാലിസിസ് വഴിയേ പറ്റൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് വന്ന ക്വസ്റ്റ്യൻസിൽ എന്താണ് മിസ്റ്റേക്ക് വന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് മനസ്സിലാക്കുക. അതായത് ടൈം കൺസ്യൂമിങ്, നിങ്ങൾ ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യന് ഒരു മിനിറ്റ് ആണ്, 1 മിനിറ്റിൽ കുറവാണ് നമ്മൾ ശരിക്കും ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു 3 മിനിറ്റിൽ കുറവ്, 3 മിനിറ്റ് കൂടുതൽ എടുത്തു എന്നുണ്ടെങ്കിൽ, 3 മിനിറ്റ് കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത തവണ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന നിങ്ങൾ മോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ക്വസ്റ്റ്യൻ 2 മിനിറ്റ് കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് അടിക്കുക. അതും എന്താണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് പറയുന്ന ഏറ്റവും വലിയ കാര്യമാണ്. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് റോങ് ആയി അതെന്താണെന്ന് മനസ്സിലാക്കുന്നത് ഒരു കാര്യം. പക്ഷെ രണ്ടാമത്തെ കാര്യം എന്താണ്? ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറ്റുന്നില്ല, എത്ര ആലോചിച്ചിട്ടും അത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ നല്ല സ്റ്റെപ്പ് അല്ലെങ്കിൽ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആ ഒരു സമയത്തേക്ക് എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്ത് കളയുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത്. അതുപോലെ സില്ലി ആയിട്ട് വന്ന മിസ്റ്റേക്സ്, എവിടെയാണ് നിങ്ങൾക്ക് ആ സില്ലി മിസ്റ്റേക്ക് വന്നത്? നിങ്ങൾക്ക് അറിയാന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് തെറ്റിപ്പോയി? ഓപ്ഷൻ അറിയാതെ കുത്തിയതാണോ? നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചു പോയതാണോ? അല്ലെങ്കിൽ കാൽക്കുലേഷനിൽ പ്ലസ് ഇടേണ്ടടുത്ത് ഇൻഡു ചെയ്തതാണോ? എന്താണോ, എവിടെയാണ് ആ സില്ലി മിസ്റ്റേക്ക് വന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അത് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ഫോളോ അപ്പ് ചെയ്യണം, നിങ്ങൾ മോക്ക് ചെയ്യുന്നവരാണെങ്കിൽ. അതുപോലെ തന്നെ ഈ പറയുന്ന 3 ലിസ്റ്റുകൾ ഉണ്ടാക്കുക. എവിടേക്കാണ് മിസ്റ്റേക്ക് വന്നത്? കോൺസെപ്റ്റിലാണോ മിസ്റ്റേക്ക് വന്നത്? കാൽക്കുലേഷനിലാണോ മിസ്റ്റേക്ക് വന്നത്? ഗസ് ചെയ്തപ്പോഴാണോ മിസ്റ്റേക്ക് വന്നത്? ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ശരി, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു 50-50 ചാൻസ് ഉണ്ടായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും ശരി എന്ന് വിചാരിച്ച് അത് കുത്തി. അങ്ങനെ ഒരു ഗസ്സിങ്ങിനുള്ള ഒരു അവസരമല്ല എക്സാമിനേഷൻ, നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പറയുന്ന പോലെ ഒരു മോക്ക് പ്ലസ് ഡീപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ 1 മോക്ക് പ്ലസ് ഡീപ്പ് അനാലിസിസ്, 1 മോക്ക് പ്ലസ് ഡീപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ 5 മോക്കുകളുടെ ബെനിഫിറ്റ് ആണ് തരുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു മോക്ക് ചെയ്തിട്ട് 2 മണിക്കൂർ അതിന്റെ അനാലിസിസ് ആണ് നിങ്ങൾ ചെയ്തിട്ടുള്ളതെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉള്ളൂ. ഒരു 5 മോക്ക് ചെയ്തതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതിലിപ്പോ ഓരോ ഓപ്ഷൻ കാണും, ABCD എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഈ പറയുന്ന പോലെ GK കാണും, ഇംഗ്ലീഷിന് കാണും. അപ്പൊ അതിൽ നിന്ന് ആ ഒരു ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾ പുതിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ എവിടെയാണ് അതിന്റെ ആ ഒരു സോഴ്സ് കിടക്കുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? സെർച്ച് ചെയ്ത് പോകണം. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ മിസ്റ്റേക്സ് വരുന്നത് ഗിവിംഗ് മോക്സ് ബട്ട് നോട്ട് റിവ്യൂവിംഗ് ദം. എവിടെയാണ് നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത്? മോക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് അനാലിസിസ് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാതെ വരുമ്പോൾ എന്ത് ചെയ്യും? തെറ്റുപറ്റും. സ്പെൻഡ് ടു മച്ച് ടൈം ഇൻ അനലൈസിങ് ഈച്ച് മോക്ക്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന പോലെ അനാലിസിങ് ചെയ്യാൻ ഒരുപാട് ടൈം കൊടുക്കണം. പക്ഷെ നമ്മൾ ഒരു പറയുന്ന പോലെ 1 മണിക്കൂർ എക്സാമിന് 2 മണിക്കൂറിന്റെ അനാലിസിസും കൊടുത്തെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല. നമ്മൾ ആ ഒരു
2x ടൈം നമ്മൾ അതിന് കൊടുക്കണമെന്നാണ്. ഈച്ച് മോക്കിനും നമ്മൾ ഈ ഒരു 2x ടൈം അതിന്റെ ഇരട്ടി സമയം അനാലിസിസിന് കൊടുക്കണമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതുപോലെ ഈ പറയുന്ന മോക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കുകയുള്ളൂ, വീക്ക് ടോപ്പിക്കുകൾ മനസ്സിലാക്കാൻ പറ്റൂ, സില്ലി മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാൻ പറ്റൂ, നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ഇഷ്യൂ, നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത്, നിങ്ങളുടെ ടൈം ആണോ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്, നിങ്ങളുടെ ആക്യുറസി ആണോ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കും. അതുപോലെ തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, മോക്സ് വിത്തൗട്ട് അനാലിസിസ് ഈസ് ഈക്വൽ ടു 0 ഇംപ്രൂവ്മെന്റ് ആണ്. മോക്ക് വിത്തൗട്ട് അനാലിസിസ്, മോക്ക് ചെയ്തു അനാലിസിസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് 0 ഇംപ്രൂവ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഒരു ഇംപ്രൂവ്മെന്റും അവിടെ ഉണ്ടാവുന്നില്ല. നിങ്ങൾ ചുമ്മാ മോക്ക് അറ്റൻഡ് ചെയ്തു, ഓക്കെ, നിങ്ങളുടെ സമയം മനസ്സിലായി, ആക്യുറസി മനസ്സിലായി, പക്ഷെ നിങ്ങൾ അവിടെ ഒന്നും പുതുതായിട്ട് പഠിക്കുന്നില്ല. അപ്പൊ ആ ഒരു പഠിത്തം അല്ലെങ്കിൽ ആ ഇംപ്രൂവ്മെന്റ് വരണമെങ്കിൽ നിങ്ങൾ എന്തും കൂടെ ചെയ്യണം, അനാലിസിസും കൂടെ ചെയ്യണം. അതാണ് രണ്ടാമത്തെ പോയിന്റ്. നിങ്ങൾ മോക്ക് മാത്രം ചെയ്താൽ പോരാ, അനാലിസിസും കൂടെ ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ് എല്ലാവർക്കും വരുന്ന ഒരു അബദ്ധമാണ്, ഓവർ അറ്റംപ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്. ഓവർ അറ്റംപ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പറയുന്ന പോലെ നമുക്കൊരു ത്വരയാണ് അല്ലെ, നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് ഒരു 50-50 ചാൻസ്, അല്ലെങ്കിൽ നമുക്ക് ഗസ് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമാണ്. തീരെ നമ്മൾ കണ്ടന്റ് ഒന്നും അറിയാതെയാണ് പോകുന്നതെങ്കിൽ പിന്നെ നമുക്ക് വലിയൊരു ഇഷ്ടമാണ് ഇങ്ങനെ പറയുന്ന ഓപ്ഷൻസ്, 4 ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കുത്തിയാൽ കൊള്ളാം എന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ സമയം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, നമ്മൾ സമയം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചുമ്മാ വായിക്കും, ഇതാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കര ഗസ് വർക്കിംഗ് ഒക്കെയാണ്. പക്ഷെ അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റംപ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ബ്ലൈൻഡ്ലി. നമ്മൾ ഒന്നും ചിന്തിക്കാണ്ട് ചുമ്മാ അങ്ങ് ബ്ലൈൻഡ്ലി എന്ത് ചെയ്യാണ്, നമ്മൾ ഒരു ആൻസർ കുത്തി കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്? ഡ്യൂ ടു നെഗറ്റീവ് മാർക്കിംഗ് ദിസ് ഈസ് ഡേഞ്ചറസ്. നമ്മൾ മനസ്സിലാക്കുക എന്താണ്, നമ്മൾ നിൽക്കുന്നത് കോമ്പറ്റേറ്റീവ് ഫീൽഡിലാണ്. ഓരോ മാർക്കും അല്ലെങ്കിൽ ഒരു പോയിന്റ് മാർക്ക് വരെ നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മുടെ ചിലപ്പോൾ ഒരു കട്ട് ഓഫിൽ ഒരു പോയിന്റ് വ്യത്യാസത്തിലൊക്കെ കട്ട് ഓഫ് പോണവരുണ്ട്, നമുക്ക് ഈ പറയുന്ന പോലെ സെലക്ഷൻ കിട്ടാത്തവരുണ്ട്. അതൊന്നും വരുത്താതിരിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. നമുക്ക് ഒരു മാർക്ക് പോലും നെഗറ്റീവിൽ പോകരുത് എന്നുള്ളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പിച്ച് വേണം നമ്മൾ പോകാൻ. നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞോ, ജസ്റ്റ് ഒന്ന് കവന്ന് കിടന്നങ്ങ് ഉറങ്ങുക. നമ്മൾ പിന്നെ സ്ക്രീനിൽ നോക്കരുത്. പിന്നെ സമയമാകുമ്പോൾ അവർ തട്ടി വിളിച്ചോളും, അവരെന്തെങ്കിലും ചെയ്തോളും. അപ്പൊ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. നമ്മൾ അനാവശ്യമായിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യമുള്ള ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്യുക. കാരണം എന്താണ്, നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് മാർക്കിൽ വരുന്ന ഡാമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റോങ് ആൻസറിന് നിങ്ങൾക്ക് 0.5 മാർക്ക് പോകും, 1/2 മാർക്ക് പോവുകയാണ്. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് തെറ്റിക്കഴിഞ്ഞാൽ എത്ര മാർക്ക് പോകുന്നു? 2.5 മാർക്കാണ് നിങ്ങൾക്ക് പോകുന്നത്. എന്താണ്? ഹ്യൂജ് ലോസ് ആണ്, നിങ്ങളുടെ ഹ്യൂജ് ലോസ് ആണ്. കാരണം ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അത് ആ ഒരു മാർക്ക് നിങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത മാർക്കും കൂടെ എന്ത് ചെയ്യാണ്, കളയുന്ന പോലെയാണ്. 5 ക്വസ്റ്റ്യൻസ് തെറ്റിയാൽ മതി, 2.5 മാർക്ക് പോകുന്നു. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. സ്മാർട്ട് ആയിട്ടുള്ള അറ്റംപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അറ്റംപ്റ്റ് 85 to 90% ആക്യുറസി ക്വസ്റ്റ്യൻസ്. അതായത് ഒരു 90%, അങ്ങനെ തന്നെ വിചാരിക്കുക, 90%-ഓളം ആ ഒരു ആക്യുറസി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. അറ്റംപ്റ്റ് ഓൺലി ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്. നമ്മൾ എന്താണ്, സീരിയസ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷൻ, ഒരു വർഷത്തിൽ ഒരിക്കൽ വിളിക്കുന്ന ഒരു എക്സാമിനേഷൻ എഴുതാൻ പോകുന്നതായതുകൊണ്ട് സീരിയസ് ആയിട്ട് തന്നെ അതിനെ കണ്ട് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രം എഴുതുക. സ്കിപ്പ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ്. കൺഫ്യൂസിങ് ആണ്, നിങ്ങൾ എത്ര ആലോചിച്ചിട്ടും അതിന്റെ ആൻസർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എത്ര ആലോചിച്ചിട്ടും അതിന്റെ ആൻസർ 2 എണ്ണമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ശരിയാണെന്നൊക്കെ തോന്നും. നമുക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് അറിയാലോ, ഇംഗ്ലീഷിൽ. നമ്മൾ ഗസ് ചെയ്ത് കണ്ടുപിടിക്കുക, എ ആണോ ഇതായാണോ അല്ലെങ്കിൽ ഇന്ന എറർ ആണോ വന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഗസ് ചെയ്യാൻ പോകുമ്പോൾ അത് ഭയങ്കരമായിട്ട് മിസ്റ്റേക്സ് ഉണ്ടാക്കും നമ്മളിൽ. ആ ഒരു സ്റ്റേജ് നിങ്ങൾ മറികടന്നേ പറ്റുള്ളൂ. അറ്റംപ്റ്റ് ചെയ്യാണ്ടിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ സ്കിപ്പ് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ്. ആക്യുറസി ഈസ് ഗ്രേറ്റർ ദാൻ അറ്റംപ്റ്റ്. അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അറിയാന്നുള്ളത് മാത്രം. ആക്യുറസി ആണ് അറ്റംപ്റ്റിനേക്കാൾ ഏറ്റവും വലിയ കാര്യം. അതാണ് പോയിന്റ് ആയിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത്. ഡോണ്ട് അറ്റംപ്റ്റ്. ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഡോണ്ട് അറ്റംപ്റ്റ് ലെങ്തി ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻസ്. മാത്സിൽ നിങ്ങൾക്ക് ബാർ ഗ്രാഫ് ചാർട്ട് ഒക്കെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അത് പറ്റുന്നില്ല. ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. റീസണിംഗിൽ ആയിക്കോട്ടെ, ലെങ്തി ആയിട്ടുള്ള റീസണിംഗ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ലോജിക്കലി നിങ്ങൾ ഒരുപാട് പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യരുത്. ഈ പറയുന്ന കൺഫ്യൂസിംഗ് ആയിട്ടുള്ള റീസണിങ്ങോ, മാത്സ് ലെങ്തി ആയിട്ടുള്ള മാത്സുകളോ, അല്ലെങ്കിൽ ഈ പറയുന്ന ടഫ് ആയിട്ടുള്ള വൊക്കാബുലറി, നമ്മൾ ഇതുവരെ കേൾക്കാത്ത വൊക്കാബുലറി ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇനി എത്രയൊക്കെ ഇനി ആലോചിച്ചാലും പറ്റൂല. നമ്മൾ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്ഷനും കൂടെ ഒട്ടിച്ച് നോക്കണം. അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഈ വേർഡുമായിട്ട് അതിന് എന്തെങ്കിലും താരതമ്യം അങ്ങനെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം.
എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് ഒക്കെ ആണോ, ഒരു ഓപ്ഷൻ മാത്രം പോസിറ്റീവ് ആണോ എന്നൊക്കെ ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓട്ടിച്ച് ഒരു മിനിറ്റ് സമയം കൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി റീഡ് ചെയ്യണം വിത്ത് ആൻസേഴ്സ്. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ വഴി. അപ്പൊ ആ ഒരു ടഫ് വൊക്കാബ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാതിരിക്കുക. എക്സാം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, SSC സെലക്ട്സ് ആക്യുറേറ്റ് സ്റ്റുഡൻസ് നോട്ട് അഗ്രസീവ് വൺസ്. അതായത് നമ്മൾ ഓവർ അഗ്രഷൻ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓവർ ഹൈപ്പർ ആക്ടിവിറ്റി കൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ എല്ലാ ക്വസ്റ്റ്യനും ഞാൻ 100ൽ 90 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിന്റെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു 50 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആക്യുറസിയിലാണ് നിങ്ങൾ കൂടുതലും ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ഈ SSC CGL പോലെയുള്ള ഒരു വലിയ എക്സാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ലെവലിൽ നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ നമ്മുടെ ദിശ അക്കാഡമി നിങ്ങളുടെ ഒപ്പം ചേർന്ന് നിങ്ങളെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരിക്കുന്നതാണ്. അവരുടെ ഏറ്റവും പുതിയ SSC CGL കോഴ്സ്, എക്സ്ക്ലൂസീവ് ഒരു കോഴ്സ്, അതിന് വേണ്ടിയായിട്ട് SSC CGL ബേസിക് തൊട്ട് അഡ്വാൻസ് വരെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ലോഞ്ച് നടന്നിട്ടുണ്ട്. അപ്പം ന്യൂ SSC CGL ഈ പൈലറ്റ് ബാച്ച് എന്ന് പറയുന്ന ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പൊ ആദ്യം തന്നെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ന്യൂ ഇയർ പ്രമാണിച്ച് ഈ പറയുന്ന 1000 ഡിസ്കൗണ്ടും അതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. SSC CGL പോലെയുള്ള ഒരു വലിയ എക്സാമിന് വേണ്ടി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വർഷം തന്നെ ഒരു ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ദിശ അക്കാഡമിയുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കോളുക. പൈലറ്റ് ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻസ് ഇപ്പൊ തന്നെ ഒരുപാട് ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ ഓക്കെ അപ്പൊ പഠിക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ. നമുക്കൊരു ജോലി വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാ ഹെൽപ്പും ദിശ അക്കാഡമിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. നമ്മുടെ ഓഫ്ലൈൻ ബാച്ചസ് ആയാലും ഓൺലൈൻ ബാച്ചസ് ആയാലും യൂട്യൂബ് ആയാലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ് ബ്രാഞ്ചിലാണ് നമ്മുടെ ഓഫ്ലൈൻ ബാച്ചസുകൾ ഉള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയും കോൺടാക്ട് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ നമ്പർ ഉണ്ടായിരിക്കും, അതിലൊക്കെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ നാലാമത്തെ മിസ്റ്റേക്ക്, നമ്മൾ എപ്പോഴും വരുത്തുന്ന നാലാമത്തെ മിസ്റ്റേക്ക്, എല്ലാവർക്കും അറിയുന്ന ഒരു മിസ്റ്റേക്ക് എന്ത് തന്നെയാണ്, ഇഗ്നോറിങ് റിവിഷൻ ആൻഡ് PYQs. നമ്മളെല്ലാം പഠിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, റിവിഷനും PYQകളും. എന്താണ് റിവിഷൻ ചെയ്യാതെ വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ? എന്താണ് കോമൺ മിസ്റ്റേക്ക്? എന്താണ് കോമൺ മിസ്റ്റേക്ക്? നമ്മൾ എന്താ വിചാരിക്കുന്നത് ശരിക്കും ഒരു നോർമൽ പേഴ്സൺ എന്ത് വിചാരിക്കും? റിവിഷൻ ഒന്നും ചെയ്യാതെ ഞാൻ ഇന്നലെയും കൂടെ പഠിച്ചല്ലോ, എന്റെ തലയിൽ എല്ലാം ഓർമ്മയുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഐ റിമെമ്പർ എവറിത്തിങ്. ഞാൻ വിചാരിക്കുന്നത് എന്താണ്, എനിക്ക് എല്ലാം ഓർമ്മയുണ്ടെന്ന് വിചാരിക്കും. സ്റ്റഡിങ് ന്യൂ ടോപ്പിക്സ് ഡെയിലി, നോ റിവിഷൻ. ഓക്കെ, സ്റ്റഡി ന്യൂ ടോപ്പിക്സ് ഡെയിലി, നോ റിവിഷൻ. ഇത് തന്നെയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. നമ്മൾ ഇന്നും പഠിക്കുന്നു, നാളെ പഠിക്കുന്നു, മറ്റന്നാൾ പഠിക്കുന്നു എന്നും പറയുന്ന പോലെ ഞാൻ ടൈം ടേബിൾ അനുസരിച്ച് ഞാൻ 5 മണിക്കൂർ 6 മണിക്കൂർ ഡെയിലി പഠിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് റിവിഷൻ ചെയ്യാൻ സമയമില്ല. ഞാൻ 6 മണിക്കൂർ ഡെയിലി പഠിക്കുകയില്ല, അതുകൊണ്ട് പഠിക്കുന്നതല്ല എൻ്റെ മൈൻഡിൽ ഓർമ്മ ഉണ്ടായിരിക്കും എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. പ്രത്യേകിച്ചും മാത്സ്, GK പോലുള്ള സബ്ജക്റ്റുകളിൽ നമുക്ക് എത്രയൊക്കെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എവിടെയെങ്കിലും ഒക്കെ ഒരു ചെറിയ പാകപ്പിഴവുകൾ സംഭവിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ശീലമാക്കണം? റിവിഷൻ ശീലമാക്കണം. റിസൾട്ട് എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാം റിവിഷൻ ചെയ്യാണ്ടിരിക്കണമെങ്കിൽ വരുന്ന പ്രശ്നം എന്താണ്? ഫോർഗോട്ട് ഫോർമുലാസ് ഇൻ എക്സാം, കൺഫ്യൂഷൻ ബിറ്റ്വീൻ സിമിലർ കോൺസെപ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ 2 ക്വസ്റ്റ്യൻസ് സെയിം പാറ്റേണിൽ വന്നു കഴിഞ്ഞാൽ ഇതാണോ ആ ഒരു ക്വസ്റ്റ്യൻ, ഇതാണോ മറ്റേ ഈ ഒരു മെത്തേഡ് ആണോ ചെയ്യേണ്ടത്, ഇവിടെ ഏത് ഫോർമുലയാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിങ്ങൾ എത്തും. കാരണം നിങ്ങൾ പഠിച്ചത് എന്താണ്, ഒരു ബേസ് ലെവലിൽ പഠിച്ചു, പ്രാക്ടീസ് സമയത്ത് പോലും നിങ്ങൾ അതിനെ ഒന്ന് റിവൈസ് ചെയ്തില്ല എന്നുള്ളൊരു കാര്യമാണ്. നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആ സാധനം റിപ്പീറ്റഡ്ലി കാണാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി അതിനെക്കുറിച്ച് മനസ്സിലാക്കി എടുക്കാത്തതുകൊണ്ടാണ്. ശരിയാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടായിരിക്കും. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഒരുപോലെ പഠിക്കുന്ന സമയത്ത്, ഇപ്പൊ ഈവൻ വർഷങ്ങളുടെ കാര്യം, നിങ്ങളിപ്പോ ഹിസ്റ്ററിയുടെ ഒക്കെ ഏതെങ്കിലും ഇയർ ഒക്കെയാണ് പഠിക്കുന്നത്, ബാറ്റിലൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ ഒരു സാധനം നമുക്ക് കംപ്ലീറ്റ്ലി ഒരു റിപ്പറ്റീഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന റിവിഷൻ ചെയ്യാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി അതാണോ ഇതാണോ അതെന്ന് പറഞ്ഞ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നമ്മൾ പോകും. അത് എപ്പോഴും എവിടെ വെച്ച് നടക്കുകയുള്ളൂ? എക്സാം സ്റ്റേജിൽ പോയി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എക്സാം നമ്മൾ ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നമ്മുടെ ഹാളിൽ ചെന്നിരിക്കുന്ന സമയത്തായിരിക്കും
ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ അതെന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യണം. കാരണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ, കൺഫ്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മൊത്തത്തിൽ നമ്മുടെ എക്സാം എന്ത് ചെയ്യും, പാനിക് ആവും. അയ്യോ ഞാൻ പഠിച്ച സാധനം പോലും എനിക്ക് ഓർമ്മയില്ലല്ലോ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ എന്ത് ചെയ്യും, ഡൗൺ ആയി പോകും, നമുക്ക് ഓവർ സ്ട്രെസ് ആവും. പിന്നെ അറിയാന്നുള്ള ക്വസ്റ്റ്യൻ പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അറിയാന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞ് നമ്മൾ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് അറിയാന്നുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പോലും നമുക്ക് പോകാൻ പറ്റാതെയാവും. അപ്പൊ ആ ഒരു സ്റ്റേജ് നിങ്ങൾ വരുത്തരുത്. റിവിഷൻ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ബെസ്റ്റ് റിവിഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെയിലി ഒരു 30 മിനിറ്റ് നിങ്ങൾ പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതിയായിരിക്കും. ചിലപ്പോൾ നമുക്ക് റെപ്പറ്റീഷൻ മൂവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബ്രെയിൻ കുറച്ചും കൂടെ ഫീഡ് ആവാൻ ഈസിയാണ്. അപ്പൊ ഡെയിലി ഒരു 30 മിനിറ്റോ അല്ലെങ്കിൽ വീക്ക്ലി ഒരു ഫുൾ സബ്ജക്റ്റിന്റെ റിവിഷൻ, നിങ്ങൾ ഇതുവരെ പഠിച്ചതിന്റെ അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ച ആ ഒരു സബ്ജക്റ്റിന്റെ റിവിഷൻ ചെയ്യുകയോ. മെയിൻ ആയിട്ട് ഇത് അപ്ലിക്കബിൾ ആവുന്ന എവിടെയാണ്, തിയറി ഉള്ളിടത്താണ് കേട്ടോ. തിയറി ഒക്കെ ഉള്ള സ്ഥലത്താണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മാത്സിൽ നമ്മുടെ തിയറം ഒക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫോർമുലാസ് പഠിക്കുന്ന സമയത്താണ് ഇത് കൂടുതലും ആപ്ലിക്കബിൾ ആവുന്നത്. അല്ലെങ്കിൽ മന്ത്ലി നിങ്ങൾ ഫോർമുല റൂൾസ് ഒക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. ഡെയിലി 30 മിനിറ്റ്സ് നിങ്ങൾ വൊക്കാബോ അല്ലെങ്കിൽ ഈ പറയുന്ന GK എന്തെങ്കിലും പോർഷനോ നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് വായിച്ചു നോക്കാം. വീക്കിലി നിങ്ങൾക്ക് ഒരു ഫുൾ സബ്ജക്റ്റിന്റെ റിവിഷൻ വേണമെങ്കിൽ ചെയ്തു നോക്കാം. ഇപ്പോൾ ഹിസ്റ്ററി അല്ലെങ്കിൽ ജോഗ്രഫി അല്ലെങ്കിൽ പൊളിറ്റി അങ്ങനെയുള്ള ഏതെങ്കിലും സബ്ജക്റ്റിന്റെ റിവിഷൻ ചെയ്തു നോക്കാം. അല്ലെങ്കിൽ മന്ത്ലി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾ മാത്സിന്റെ ഓരോ ഫോർമുലാസ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ മാത്സിന്റെ ഒക്കെ സെറ്റുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഫോർമുലയും റൂൾസും ഒക്കെ വേണമെങ്കിൽ മന്ത്ലി ബേസിസിൽ നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വിത്തൗട്ട് റിവിഷൻ യുവർ മെമ്മറി ഫെയിൽസ് ബിഫോർ ദ എക്സാം. നിങ്ങൾ റിവിഷൻ ഒന്നും ചെയ്യാതെ പോവുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാമിന് മുന്നേ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളുടെ മെമ്മറി ഓട്ടോമാറ്റിക്കലി എക്സോസ്റ്റഡ് ആവും, മെമ്മറിയിൽ ഒന്നും കാണില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നിങ്ങൾ വിത്തൗട്ട് റിവിഷൻ യുവർ മെമ്മറി ഫെയ്ഡ്സ് ബിഫോർ ദ എക്സാം. മെമ്മറി എന്ന് പറയുന്ന സാധനം എക്സാമിന് മുന്നേ തന്നെ എന്ത് ചെയ്യും, ഫെയ്ഡ് ആയി പോകും. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ യൂസ് ചെയ്യേണ്ട ട്രിക്സുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഒരൊറ്റ ബുക്കേ പാടുള്ളൂ എല്ലാത്തിനും. ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കീ പോയിന്റ്സുകൾ എഴുതാനുള്ള ഒരു ബുക്ക് വേണം. ഫോർമുല ഷീറ്റുകൾ, അതായത് നിങ്ങളുടെ ഫോർമുല മാത്രം എഴുതാം. മാത്സിന്റെ അഡ്വാൻസും അരിത്തമെറ്റിക്കിനും സെപ്പറേറ്റ് ഓരോ ചാപ്റ്ററിനും ഓരോ മെത്തേഡിനും ഓരോ ഫോർമുലാസ് നിങ്ങൾ എഴുതാനുള്ള ഒരു ബുക്ക്. പിന്നെ എറർ നോട്ട് ബുക്ക്. എല്ലാ മോക്കുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലും അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല പല മിസ്റ്റേക്സുകൾ സംഭവിച്ചു കാണും. ആ എറേഴ്സ് ഒക്കെ എന്ത് ചെയ്യാൻ, എഴുതി വെക്കാനുള്ള ഒരു ബുക്ക്. അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക, കൂടെ കൂട്ടുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ എന്തൊക്കെ ബുക്കാണ് വേണ്ടത്, ഒരു ഷോർട്ട് നോട്ട്, നിങ്ങളെ കീ പോയിന്റ്സുകൾ എഴുതാനുള്ള എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് ബുക്ക്, ഫോർമുല ബുക്ക്, മാത്സിന്റെ ഫോർമുല ബുക്ക്, അതുപോലെ എറേഴ്സ് എന്തെങ്കിലും സംഭവിക്കുന്നു, എവിടെയെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്സ്, എവിടെയാണ് ആ മിസ്റ്റേക്ക് എന്ന് എഴുതി വെക്കാനുള്ള ഒരു എറർ നോട്ട് ബുക്ക്. ഇത്രയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. റിവിഷൻ ഈസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ പ്രിപ്പറേഷൻ ആൻഡ് സെലക്ഷൻ. ഈ പറയുന്ന പ്രിപ്പറേഷനും നിങ്ങളുടെ ജോലിയിലേക്കുള്ള സെലക്ഷനും ഇടയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് ആ ഒരു പാലം ഇട്ട് തരുന്നത്, നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിന്ന് സെലക്ഷനിലേക്ക് ആ ഒരു പാലം നിങ്ങളെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ആരാണ്, റിവിഷൻ ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, അതാണ് റിവിഷന്റെ ബേസിസിൽ പറയുന്നത്. ഇനി PYQs സോൾവ് ചെയ്യാണ്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് മിസ്റ്റേക്ക് വരുന്നത്, നിങ്ങൾ PYQs നോക്കുന്നില്ല, റിലേയിങ് ഓൺലി ഓൺ ബുക്സ് ആൻഡ് കോച്ചിങ്. നിങ്ങൾ പഠിച്ച കണ്ടന്റിലും അല്ലെങ്കിൽ ഏതാണോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നെങ്കിൽ വരുന്ന പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തില്ലെങ്കിൽ വൈ സ്റ്റുഡൻസ് സ്കിപ്പ് PYQs? എന്തുകൊണ്ട് കുട്ടികൾ PYQs സ്കിപ്പ് ചെയ്യുന്നു? ഒള്ളി എന്താണ് ഈ പറയുന്ന ചെറിയ ചെറിയ മോക്കുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രാക്ടീസ് സെറ്റുകളൊക്കെ മാത്രം നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അതൊന്നും ചെയ്യാതെ തിയറി പഠിച്ച് അതിന്റെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തു പോകുന്നു. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് കുട്ടികൾക്ക് സ്റ്റുഡൻസിന് എന്ത് പറയുന്ന മിസ്റ്റേക്ക് സംഭവിക്കുന്നത്? തിങ്ക് ക്വസ്റ്റ്യൻസ് വിൽ ചേഞ്ച്. നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന അതാണ്. വെണ്ടർ ചേഞ്ച് വന്നപ്പോൾ ഒരുപാട് പേര് ടെൻഷൻ അടിച്ചു. ഈവൻ SSCയിലേക്ക് ഒരുപാട് സ്റ്റെനോഗ്രാഫിനൊക്കെ വെണ്ടർ ചേഞ്ച് വരുന്നെന്ന് പറയുന്നു. എന്തൊക്കെ വെണ്ടർ ചേഞ്ച് വന്നാലും അവർക്ക് ഒരു ലിമിറ്റഡ് സിലബസ് ഉണ്ട്. ആ സിലബസിലെ ക്വസ്റ്റ്യൻസ് അല്ലേ അവർക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അവർ ചിലപ്പോൾ അതിനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ചോദിക്കുമായിരിക്കും. പക്ഷെ ദ കണ്ടന്റ് ഇത് theory you studied are same as that of the questions you are asking for. അപ്പൊ അതെന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു questions will never change. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പാറ്റേണിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ പോലും നിങ്ങൾ ചെയ്യാൻ പോകുന്ന മെത്തേഡിലോ നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന തിയറിയിലോ ഒരു ചേഞ്ചും ഇല്ല.
അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കണം. നിങ്ങൾ ഒരിക്കലും ബുക്കുകളെ ഓവർ ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ട എന്തിനെയാണ്? PYQ, പ്രീവിയസ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, എന്താണ് ബുക്കുകൾ, ഒരു ബുക്ക് മതി, ഒരു സബ്ജക്റ്റിൽ ഒരു ബുക്ക് മതി. നിങ്ങൾ എന്താണ് കൂടുതൽ വാങ്ങി കൂട്ടേണ്ടത്? PYQ അല്ലെങ്കിൽ പ്രാക്ടീസ് സെറ്റുകളാണ്. പ്രാക്ടീസ് സെറ്റ് മാത്സിന്റെ ഒക്കെ റേഷ്യോയുടെ ഒക്കെ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഒക്കെ ഒരു 10-15 സെറ്റുകൾ ചെയ്താൽ നിങ്ങൾക്ക് അറിയാവൂ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വരുന്നത്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ഒരു എത്രയാണ് 5 to 10 വർഷത്തിന്റെ ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി തറോ ആവും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു സബ്ജക്റ്റിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. SSCയുടെ റിയാലിറ്റി എന്ന് പറയുന്നത്, ഇനി വെൻഡർ ചേഞ്ച് ആയിക്കോട്ടെ, പല കാര്യങ്ങൾ എന്ത് മാറ്റം വന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺസെപ്റ്റുകൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്ക് തന്നിട്ടുള്ള സിലബസിൽ ഒരു കോൺസെപ്റ്റേ ഉള്ളൂ, ആ കോൺസെപ്റ്റേ നമ്മൾ പഠിക്കുന്നുള്ളൂ. അത് തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ പാറ്റേൺ റിപ്പീറ്റ്സ്. ഇപ്പൊ ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ മാറ്റിയെങ്കിൽ അത് എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യും. അവർ പാറ്റേൺ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അത് ഭയങ്കര റിസ്കിയാണ്. അവർ എന്തിനാ അത്ര സമയം അവരുടെ വേസ്റ്റ് ചെയ്യുന്നത്? ഉള്ള അതിൽ തന്നെ ചെറിയ ചെറിയ വാല്യൂസ് മാറ്റി, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിമിങ് ജസ്റ്റ് ഒന്ന് തലതിരിച്ചിട്ടോ, എങ്ങനെയൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ പാറ്റേൺ എന്തായാലും റിപ്പീറ്റ് ആവും. അതിനി എഡ്യൂക്കേറ്റീവ് ആയാലും TCS നടത്തിയാലും ആര് നടത്തിയാലും ക്വസ്റ്റ്യന്റെ പാറ്റേണിൽ റെപ്പിറ്റീഷൻ വരും, മോഡൽ റിപ്പീറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ഡിഫിക്കൽട്ടി ലെവൽ റിപ്പീറ്റ്സ്. എങ്ങനെയാണോ അവരിപ്പം ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത ആൾക്കാരാണെങ്കിൽ അവർ ബേസ് തൊട്ട് ഈസി ലെവൽ തൊട്ട് ഹാർഡ് ലെവൽ വരെ അവർ ചിന്തിച്ചായിരിക്കും ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളത്. അതേപോലെയല്ലേ അടുത്ത ആൾക്കാർ വന്നാലും അവർക്കും ഈസി ടു അങ്ങ് ഹൈ ലെവൽ വരെയല്ലേ ക്വസ്റ്റ്യൻസ് ഇടാൻ പറ്റൂ. അതിന്റെ അപ്പുറം ഒരു ലെവൽ ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ പല മോഡലുകളെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കോൺസെപ്റ്റും റിപ്പീറ്റ് ചെയ്യും, ക്വസ്റ്റ്യനും റിപ്പീറ്റ് ചെയ്യും, ഡിഫിക്കൽട്ടി ലെവലും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? 5 to 10 വർഷത്തിനിടയിലുള്ള PYQന്റെ സെറ്റുകൾ അത്രയും ചെയ്ത് തീർക്കുക. ഒരു സബ്ജക്റ്റിന്റെ തന്നെ പല പ്രാക്ടീസ് സെറ്റുകൾ നിങ്ങൾ വാങ്ങിച്ച് പഠിക്കുക. അണ്ടർസ്റ്റാൻഡ് ക്വസ്റ്റ്യൻ ട്രെൻഡുകൾ. പിന്നെ എന്താണ്, നമ്മൾ പ്രീവിയസ് ഇയറിൽ നടന്ന 1-2 വർഷത്തിന്റെ ട്രെൻഡുകൾ മനസ്സിലാക്കുക. ട്രെൻഡ് മനസ്സിലാക്കുന്ന എന്തിനാണ്? നമ്മുടെ വെയിറ്റേജ് മനസ്സിലാക്കാനാണ്. ഏത് പോർഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഇപ്പൊ പണ്ടൊക്കെ നമുക്ക് കലണ്ടറിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു റീസണിങ്ങിൽ. ഇപ്പൊ അത് വലുതായിട്ട് ചോദിക്കുന്ന കലണ്ടർ, ക്ലോക്ക്, ഇതൊക്കെ ചോദിക്കുമായിരുന്നു. ഇപ്പൊ അതിന്റെ ആ ഒരു ട്രെൻഡ് മാറി കൂടുതലും സീറ്റിംഗ് അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ സെന്റൻസ്, നമ്മുടെ ഇറഗുലാരിറ്റി പോലെയുള്ള പല ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ക്വസ്റ്റ്യൻസ്, അതൊക്കെയാണ് കൂടുതൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ട്രെൻഡിനനുസരിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പോർഷൻസ് ഏതാണെന്ന് മനസ്സിലാക്കണം. വെയിറ്റേജ് അനുസരിച്ച് പഠിക്കാൻ നോക്കണം. പല ക്വസ്റ്റ്യൻസ് ഇപ്പം എന്താണ് ലോ വെയിറ്റേജിലാണ് കിടക്കുന്നത് പല ചാപ്റ്റേഴ്സുകൾ. അപ്പൊ അങ്ങനത്തെ ചാപ്റ്റർ എന്ത് ചെയ്യുക? നിങ്ങൾ അത് വേസ്റ്റ് ആയിട്ട് തോന്നുന്നു, 1-2 മാർക്ക് അതിൽ നിന്ന് കിട്ടുമെന്നുള്ളെങ്കിൽ, സമയമില്ലെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്ത് കളയുക. പറ്റുന്ന കാര്യങ്ങൾ മാത്രം കൂടുതൽ എന്ത് ചെയ്യുക? പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഐഡന്റിഫൈ റിപ്പീറ്റഡ് കോൺസെപ്റ്റുകൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കോൺസെപ്റ്റ്? അതായത് എറർ സ്പോട്ടിങ്ങിലൊക്കെ നമുക്ക് റിപ്പീറ്റഡ് കോൺസെപ്റ്റുകൾ വരും. ഗ്രാമാറ്റിക്കൽ എററിലൊക്കെ റിപ്പീറ്റഡ് കോൺസെപ്റ്റ് വരും. മാത്സിൽ കോൺസെപ്റ്റുകൾ റിപ്പീറ്റ് ആയി വരും. അതുപോലെ നമ്മുടെ റീസണിങ്ങിലെ കോൺസെപ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യും. അപ്പൊ ആ കോൺസെപ്റ്റുകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പിടി ഉണ്ടായിരിക്കണം. നമുക്ക് ഏത് മോഡലും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ആ ഒരു ഗ്രാഹ്യം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കണം. അത് വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. പിന്നെ മനസ്സിലാക്കേണ്ടത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PYQ എന്ന് പറയുന്നതാണ് SSCയുടെ ലീക്ക്ഡ് പേപ്പർ, അല്ലെങ്കിൽ സീക്രട്ട് പേപ്പർ. ലീഗലി ലീക്ക് ചെയ്തിട്ടുള്ള ഒരു സീക്രട്ട് പേപ്പർ ആണ് ആരെന്ന് പറയുന്നത്? PYQ. കാരണം അത് തന്നെയാണ്, അതിന്റെ തന്നെ മറ്റൊരു വേർഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരിക്കലും റിവിഷനോ PYQ ഇഗ്നോർ ചെയ്യരുത്. നിങ്ങൾ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ എന്തിനേയും കൂട്ടുക? ഈ പറയുന്ന PYQവിനെയും റിവിഷനെയും ഒപ്പം കൂട്ടുക. ഓക്കെ, അപ്പൊ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീക്ക് സ്ട്രാറ്റജി ഫോർ ഇംഗ്ലീഷ് ആൻഡ് GK. അപ്പോ നമ്മൾ പലർക്കും മാർക്ക് കുറയുന്ന ഏറ്റവും വലിയൊരു ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുന്ന ഏറ്റവും വലിയ ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? ഇംഗ്ലീഷും GKയും ആണ്. ഓക്കെ, പിന്നെ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂത്ത് ബോംബ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ഇംഗ്ലീഷും GKയും കൂടെ കോംബോ ആക്കി കഴിഞ്ഞാൽ ഫൈനൽ മെറിറ്റിൽ നമ്മുടെ പേരുണ്ടായിരിക്കും.
അതായത് പലർക്കും എനിക്കറിയാം, പലരും ഈ പറയുന്ന പോലെ സർക്കാർ സ്കൂളിലൊക്കെ പഠിച്ചാണെങ്കിൽ ഇംഗ്ലീഷിൽ ഭയങ്കരമായിട്ട് വീക്ക് ആയിരിക്കും, അല്ലെങ്കിൽ GK എത്രയൊക്കെ പഠിച്ചിട്ട് മൈൻഡിൽ ഇരിക്കുന്നില്ല എന്നൊക്കെ ഉള്ള കുറെ, കാരണം GKയുടെ പാറ്റേൺ മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഒരുപാട് കുട്ടികൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ കോംബോയിലാണ് നമ്മുടെ റിസൾട്ട് ഇരിക്കുന്നത്, ഈ കോംബോയിൽ. കാരണം മാത്സും റീസണും എത്രയൊക്കെ റിപ്പീറ്റ് ചോദിച്ചാലും വരുന്ന ക്വസ്റ്റ്യനും പാറ്റേണും സെയിം തന്നെയായിരിക്കും. അതിൽ നിന്ന് അവർക്ക് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു സിലബസിൽ ഇപ്പൊ മാത്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നെങ്കിൽ ആ ക്വസ്റ്റ്യൻ അങ്ങനെ ഒരു ആൻസർ എല്ലാവർക്കും കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് ഇനി വേറെ ഒന്നും അവർക്ക് മാറ്റിയും തിരിച്ചും ഒന്നും ചെയ്യാൻ പറ്റില്ല. റീസണിങ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, അത് എല്ലാവർക്കും ഫിക്സഡ് മാർക്കിംഗ് ആണ്. നമ്മൾ എത്രയൊക്കെ ടഫ് ആണെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാത്സും റീസണിങ്ങും നിങ്ങൾക്ക് ഹൈ സ്കോർ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു എന്താണ് സിലബസ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. പക്ഷേ നമുക്ക് എവിടെയാണ് ഒരു മിസ്റ്റേക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ഒന്ന് ബാക്കിലോട്ട് വലിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷും GK ആണ്. കാരണം ഇംഗ്ലീഷിൽ എത്രത്തോളം വേർഡ്സ് ഉണ്ട്, ആ വേർഡ്സിന്റെ എല്ലാം സിനോണിം, ആന്റണിംസും അല്ലെങ്കിൽ അതിന്റെ ഒരു ഇഡിയംസും ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റുമോ? നമ്മൾ കവർ ചെയ്യുമായിരിക്കും, പക്ഷെ നമുക്കൊരു അൺലിമിറ്റഡ് സോഴ്സ് ആണ് അതിനുള്ളത്. GK പോലെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ് ഇംഗ്ലീഷിന്റെ വൊക്കാബ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതും അല്ലെങ്കിൽ നമ്മുടെ ലക്കും മനസ്സിലാക്കിയ നമ്മൾ പഠിച്ച സാധനം തന്നെയാണ് നമ്മൾ എഴുതാൻ പോകുന്ന എക്സാമിന് വരുന്നെങ്കിൽ മാത്രം നമ്മളെ സേവ് ചെയ്യുന്ന രണ്ട് ആൾക്കാരാണ് ഈ പറയുന്ന ഇംഗ്ലീഷും GK എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ല ലക്കും കൂടെ ഉള്ളവർക്ക് മാത്രമേ ഏത് കിട്ടത്തുള്ളൂ, ഈ പറയുന്ന ഇംഗ്ലീഷും GKയുടെ മാർക്ക് കിട്ടും. അതുകൊണ്ടാണ് അവരാണ് എന്തെന്ന് പറയുന്നത് ശരിക്കും ഉള്ള ബോംബുകൾ എന്ന് പറയുന്നത്. കാരണം ഇംഗ്ലീഷും GKയുടെയും കോംബോ ഉള്ളവര്, അല്ലെങ്കിൽ ഇംഗ്ലീഷും GKയിലും സ്കോർ ചെയ്ത ആളാണ് ഇവിടെ വിജയിക്കുന്നത്. ഈ പറയുന്ന SSC, CGL അല്ലെങ്കിൽ ഏതൊരു എക്സാമിനും റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടാവുന്ന എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മിസ്റ്റേക്ക് നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഈസി ആണെന്ന് പലരും ചിന്തിക്കും. ഇംഗ്ലീഷ് ഈസി ആണ്, റോങ് ബിലീഫിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇംഗ്ലീഷ് ഈസി ആണ്, GK അൺപ്രഡിക്റ്റബിൾ ആണ്, GK ഇനി എത്രയൊക്കെ പഠിച്ചാലും നമ്മൾ പഠിക്കുന്നതെന്നൊന്നും ആയിരിക്കില്ല വരാൻ പോണത് എന്നുള്ളൊരു ചിന്തയാണ്. ഇംഗ്ലീഷിന്റെയും ഈ പറയുന്ന GKയുടെയും കാര്യം അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഓ, ഇംഗ്ലീഷിൽ നിന്ന് ഒന്ന് ചോദിച്ചാലും നമ്മൾ ഏതായാലും എഴുതും, അല്ലെങ്കിൽ കറക്കി കുത്തിയാലും നമ്മൾ എഴുതും, നമ്മൾ ശരിയാവും എന്നൊക്കെ നമ്മൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. പക്ഷേ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന പോലെ ഇംഗ്ലീഷ് ഈസി അല്ലെങ്കിൽ GK അൺപ്രഡിക്റ്റബിൾ എന്ന് പറയുന്നതേ അല്ല. നമ്മൾ എന്താണ്, എവരാണ് ശരിക്കും ഉള്ള സ്കോർ ബൂസ്റ്റേഴ്സ്? ഈസി മാർക്ക് എവരിൽ നിന്നും നമുക്ക് സ്മാർട്ട് ആയിട്ട് നേടിയെടുക്കാം. ആ സ്മാർട്ട് ആയിട്ട് നേടിയെടുക്കുന്ന ഐഡിയ എന്ത് തന്നെയാണ്? ഡെയിലി ആയിട്ട് വൊക്കാബ് പ്രാക്ടീസ് ചെയ്യണം. PYQs ഒൺലി ഫോക്കസ് ചെയ്താൽ മതി. നിങ്ങൾ വേറെ ഒന്നും ഫോക്കസ് ചെയ്യാൻ പോണ്ട. ഇതുവരെ ഉള്ള PYQs ഫോക്കസ് ചെയ്യുക. അത് തന്നെ നിങ്ങൾ ഡെയിലി വൊക്കാബിൽ ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കുക. ഓക്കെ, PYQs എന്ന് പറഞ്ഞാൽ ഒരുപാട് 10 വർഷത്തിന്റെയൊക്കെ PYQs ഉണ്ട്. അതിലെല്ലാത്തിന്റെയും ഡെയിലി വൊക്കാബ് എടുത്തു വെച്ച് പഠിക്കാൻ നോക്കുക. ഗ്രാമർ റൂൾസും അതിനെ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ചെയ്യുക. ഗ്രാമർ റൂൾസ് പ്രോപ്പർ ആയിട്ട് 101 ഗ്രാമർ റൂൾസുകളുണ്ട്. എല്ലാത്തിനെയും മിക്സ് ചെയ്തിട്ടുള്ള നൗൺ മിക്സ് ചെയ്ത്, വെർബ്, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, അതുപോലെ ആക്റ്റീവ് പാസീവ് വോയിസ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, പ്രിപ്പോസിഷൻസ് എല്ലാത്തിനെയും ചേർത്ത് കൊണ്ടിട്ടുള്ള എല്ലാ ഒരു സെറ്റ്, ഗ്രമാറ്റിക്കൽ സെറ്റ് കാണും. ഈ പറയുന്ന റൂൾ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ റൂൾ കൃത്യമായിട്ട് പഠിച്ച് അതിന്റെ പ്രാക്ടീസ് നമ്മൾ ചെയ്യുക. അതുപോലെ റീഡിങ് കോംപ്രഹെൻഷൻ പ്രാക്ടീസ്, ഇതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് യൂസ് ചെയ്യണം. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് ഡെയിലി വായിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ അവൈലബിൾ ആവുന്ന ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സോ എഡിറ്റോറിയൽസോ നിങ്ങൾ വായിച്ച് അതിന്റെ പുതിയ പുതിയ വേർഡ്സുകൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ആ പാരഗ്രാഫ് എങ്ങനെയാണ് അവർ മിക്സ് ചെയ്തിരിക്കുന്നത്, പാസ്റ്റിലാണോ പ്രസന്റിലാണോ, എങ്ങനെയാണ് അതിന് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ഉള്ള ആ ഒരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ആ ഒരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ, ഒരു മൊത്തത്തിലുള്ള ഒരു റീഡിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോംപ്രഹെൻഷൻ പാസേജിൽ 5 മാർക്ക് നിങ്ങൾക്ക് എന്താണ് ഈസി ആയിട്ട് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിൽ ഒരു സ്ട്രാറ്റജി മസ്റ്റ് ആയിട്ട് കൊണ്ടുവരണം. ഡെയിലി വൊക്കാബ് ഞാനൊരു 15 അല്ലെങ്കിൽ 20 വെച്ച് ഈ പഠിക്കുമെന്ന് ആലോചിച്ചാൽ, സിനോണിംസ്, ആന്റണിംസ്, നിങ്ങളുടെ ഇഡിയംസ്, വൺ വേർഡ് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും, ഫ്രേസസ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു 10 വെച്ച് ഞാൻ ഡെയിലി പഠിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ ഗ്രാമർ റൂൾസും അതിന്റെ പ്രാക്ടീസും കൃത്യമായിട്ട് കൊണ്ടുപോവുക. റീഡ് ചെയ്യാൻ, ന്യൂസ് പേപ്പേഴ്സ് റീഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ GKയുടെ സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക് GK ഉണ്ട്, കറണ്ട് അഫേഴ്സ് നമുക്ക്
പ്ലസ് ചെയ്ത് തന്നെ പഠിക്കണം. ഇന്ന് സ്റ്റാറ്റിക് ജി കെ പഠിക്കുമെങ്കിൽ നാളെ ഞാൻ കറണ്ട് അഫേഴ്സ്, അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഒരു ദിവസം സ്റ്റാറ്റിക് ജി കെയിൽ ഒരു പോർഷൻ കവർ ചെയ്യുക, അടുത്ത ദിവസം കറണ്ട് അഫേഴ്സ്, വീക്ക്ലി കറണ്ട് അഫേഴ്സോ മന്ത്ലി കറണ്ട് അഫേഴ്സോ എങ്ങനെ ആയാലും അതിന്റെ കമ്പൈലേഷൻസ് കിട്ടുമ്പോൾ അത് വായിച്ച് പഠിക്കാൻ നോക്കുക. പിന്നെ എന്താണ്, നമ്മൾ ജി കെയിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു പോർഷൻ ആണ് പൊളിറ്റി, ജോഗ്രഫി, സയൻസിന്റെ ബേസിക്സുകൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കറണ്ട് ഇവന്റ്സ്, ഹിസ്റ്ററി ഉണ്ട് കേട്ടോ, ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി എന്നൊക്കെ എന്താണ് നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടുള്ള തിയറി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തു വെച്ച് പഠിക്കുക, അതിന്റെ റിലേറ്റഡ് ഫാക്ടുകൾ തപ്പി നമ്മൾ പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ എന്താണ് സോഷ്യൽ സയൻസും കവർ ചെയ്യും. പക്ഷെ അവിടെ നമുക്ക് ഇച്ചിരിയെങ്കിലും കവർ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത് സ്റ്റാറ്റിക് ജി കെയും കറണ്ട് അഫേഴ്സ് ആണ്. അതിന് സ്പെഷ്യൽ സ്ട്രാറ്റജീസ് ഉണ്ടാക്കി മന്ത്ലി കറണ്ട് അഫേഴ്സിന്റെ കമ്പൈലേഷൻസ് നോക്കി അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ പറയുന്ന ഗൂഗിളിലോ ChatGPT ഒക്കെ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പുതിയ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് പഠിച്ചു പോവുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് നല്ലൊരു രീതിയിലുള്ള ജി കെയും ഇംഗ്ലീഷും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷും ജി കെ നിങ്ങൾ എന്ത് ചെയ്യും, ലാസ്റ്റിലോട്ട് മാറ്റി വെക്കും. ലിവിങ് ഇംഗ്ലീഷ് ആൻഡ് ജി കെ ടിൽ ദ എൻഡ്. ഞാൻ ലാസ്റ്റ് പഠിക്കാം ഇംഗ്ലീഷും ജി കെ, ഡെയിലി പഠിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കും. പക്ഷെ അവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റുന്നത്. ആ മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്ത് നിങ്ങൾ ഡെയിലി വൊക്കാബുലറി ഒരു 10-15 വേർഡ്സ് പഠിക്കുക. സ്റ്റാറ്റിക് ജി കെ കറണ്ട് അഫേഴ്സ് ടുഗദർ പഠിക്കാൻ നോക്കുക. രാവിലെ സ്റ്റാറ്റിക് ജി കെ നോക്കുകയെങ്കിൽ രാത്രി കറണ്ട് അഫേഴ്സിൽ ഒരു 10 ക്വസ്റ്റ്യൻ എങ്കിൽ 10 ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കിടക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുക, സോഷ്യൽ സയൻസിനും വേണ്ടി ഉപയോഗിക്കുക. ദീസ് സെക്ഷൻസ് ബൂസ്റ്റ് സ്കോർ ക്വിക്ലി. നിങ്ങളെ മാർക്ക് നേടാൻ സഹായിക്കുന്ന ആര് തന്നെയാണ്, ഇംഗ്ലീഷും ജി കെ ആണ്. ഇനി എത്രയൊക്കെ വലുതായിട്ട് പഠിക്കുന്ന ആളാണെങ്കിലും അവന് ഈ പറയുന്ന ഇംഗ്ലീഷും ജി കെയും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഇനി എങ്ങനെ ആയാലും സ്കോർ ചെയ്യാൻ പറ്റില്ല. അതിന് ഇംഗ്ലീഷും ജി കെയും നന്നായിട്ട് എഫേർട്ട് ഇട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്തേ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങളെ കൊണ്ട് ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണ്, അത് ചെയ്യുക. പിന്നെ ഒരു 2 പോയിന്റ്സും കൂടെ എക്സ്ട്രാ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടതാണ്. പുവർ ടൈം മാനേജ്മെന്റ് സ്കില്ല് മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. മേജർ ഇഷ്യൂ എന്താണ്, ഒരു ക്വസ്റ്റ്യൻ 5 മിനിറ്റ് കൂടുതൽ കൊടുക്കുന്നത് അവോയ്ഡ് ചെയ്യുക. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യുകയാണ്. കാരണം ഒരു ക്വസ്റ്റ്യന് തന്നെ 5 മിനിറ്റ് കൂടുതൽ അല്ലെങ്കിൽ 2 മിനിറ്റ് കൂടുതൽ കൊടുത്താൽ പോലും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും, ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ എന്താണ് മാറ്റും, നിങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ കോൺസിക്വൻസ് എന്താണ്, നിങ്ങൾക്ക് 100 ക്വസ്റ്റ്യനിൽ ഇപ്പൊ 50 ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ 50 ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി പോകും, ഇൻകംപ്ലീറ്റ് പേപ്പർ ആവും. അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു 30-35 ക്വസ്റ്റ്യൻ ഇനി ബാക്കി നോക്കാൻ കിടക്കുന്നു. 10 മിനിറ്റ് നോക്കുമ്പോൾ 35 ക്വസ്റ്റ്യൻ നോക്കാൻ കിടക്കുന്നു. അപ്പൊ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സ്ട്രെസ് കൂടും. സ്ട്രെസ് കൂടുമ്പോൾ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് വായിച്ചാൽ മനസ്സിലാവൂല. നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കാൽക്കുലേഷൻ തെറ്റുപറ്റും, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കുന്നതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടൂല. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്ക്, നിങ്ങൾക്ക് ടെൻഷൻ കൊണ്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ മിസ്റ്റേക്സുകൾ സംഭവിക്കുക. അതെല്ലാം എന്ത് ചെയ്യും, നിങ്ങൾ ഈ ഒരു ടൈം മാനേജ്മെന്റ് പ്രോപ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ടൈം മാനേജ്മെന്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ഫസ്റ്റ് സെറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അറിയാന്നുള്ള ക്വസ്റ്റ്യൻ മാത്രം നോക്കി പോകും. ഒരു എന്ന് വെച്ചാൽ ഫുള്ള് നിങ്ങൾ 1 to 100 ക്വസ്റ്റ്യൻസ് ഒറ്റ നോട്ടത്തിൽ പോയി ഒന്ന് നോക്കിയിട്ട് വരണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം ഓരോ ക്വസ്റ്റ്യനും ചെയ്തേ പോകുമെന്ന് വിചാരിച്ചിരുന്ന അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, 1 തൊട്ട് 100 ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആദ്യം അടിച്ചടിച്ച് പോകണം. അടിച്ചടിച്ച് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്ന് പെട്ടെന്ന് ട്രൈ ചെയ്യണം. ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യുക, അപ്പൊ തന്നെ ചെയ്ത് പോകണം. ഈസി ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, സെക്കൻഡ് റൗണ്ട് വീണ്ടും എന്ത് ചെയ്യണം, ഒരു ഷിഫ്റ്റിനും കൂടെ വരണം. എന്ന് വെച്ചാൽ നിങ്ങൾ പകുതി ചെയ്ത് വെച്ച് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്താണ്, 1 മിനിറ്റ് അല്ല 2 മിനിറ്റ് എടുത്ത് ഞാൻ ചെയ്യും എന്നുള്ളൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് മോഡറേറ്റ് ലെവലിലാക്കിക്കോണം. മോഡറേറ്റ് ആയിട്ട് ചെയ്ത് പോകണം. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ അറിയാമെങ്കിൽ പോലും പക്ഷെ അതിന്റെ കാൽക്കുലേഷൻ സ്പീഡ് കൂടുതലാണ്, അല്ലെങ്കിൽ അത് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിനൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതിന്റെ വാല്യൂസിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, പോയിന്റ് ആണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ള പല റീസൺ കൊണ്ട് നിങ്ങൾ എന്താണ് അത് ഹാർഡായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, ലാസ്റ്റ് ഷിഫ്റ്റിനെ നിർത്താവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കമ്പ്യൂട്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ മിനിമം 3 തവണയെങ്കിലും ക്രോസ് ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞിരിക്കണം. അത്രയും സമയം മാനേജ് ചെയ്യാനുള്ള ഒരു പവർ
നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത് മോക്ക് ടെസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. മോക്ക് ടെസ്റ്റിൽ നിങ്ങൾ 1 to 100 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം ഒന്ന് എന്ത് ചെയ്യുക, ഈസി ലെവലിൽ നോക്കുക. അത് കഴിഞ്ഞ് ഒരു മോഡറേറ്റ് ലെവലിൽ ചെയ്ത് പോവാൻ നോക്കുക. അത് കഴിഞ്ഞ് മാത്രമേ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ പോവുള്ളൂ. സമയം ഉണ്ടെങ്കിൽ മാത്രം. only if time allows. ടഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അപ്പം ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്യേണ്ടത് എപ്പോഴാണ്, എങ്ങനെയാണ് അതിന്റെ ആ ഒരു ബൂസ്റ്റിംഗ് വരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷണൽ ടൈം കൺട്രോളിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് ഓരോ സെക്ഷൻസും എത്ര ടൈം കൊണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു സെക്ഷൻ വൈസ് ടൈമേഴ്സ് നിങ്ങൾ ഉപയോഗിക്കുക. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ എത്ര സമയം എടുത്തു, അല്ലെങ്കിൽ ഒരു 15 ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ എത്ര സമയം എടുത്തു എന്നുള്ളൊരു കണക്ക് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഇന്ന് നിങ്ങൾ 15 ക്വസ്റ്റ്യൻ ചെയ്യാൻ 2 മണിക്കൂർ എടുത്തെങ്കിൽ നാളെ 15 ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ 1.5 മണിക്കൂർ എടുക്കാവൂ. ആ ഒരു മൈൻഡ് സെറ്റിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാനായിട്ട് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വരുന്ന ഏറ്റവും വലിയ കാര്യമാണ് എക്സാം ഫിയറും ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി. അതായത് നമ്മുടെ ഒരു കോമൺ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു 10 മണിക്കൂർ 3 ദിവസം പഠിക്കും എന്ന് എന്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ. ഞാൻ ഡെയിലി പഠിക്കും, 5 മണിക്കൂർ 6 മണിക്കൂർ പഠിക്കും. ഇന്ന് പഠിച്ച് നാളെ പഠിച്ച് മറ്റന്നാൾ പഠിച്ച് അപ്പോഴേക്കും ഞായറാഴ്ച വന്നപ്പോൾ എനിക്ക് ഇച്ചിരി ഉറങ്ങണമായിരുന്നു, ഞാൻ ഉറങ്ങിപ്പോയി. അല്ലെങ്കിൽ എനിക്ക് ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകണമായിരുന്നു, എവിടെയെങ്കിലും പോയി. അങ്ങനെ പോയപ്പോൾ എന്ത് ചെയ്തു, അന്നത്തെ ദിവസത്തെ പഠനം മുടങ്ങി. ഇനിയിപ്പം തിങ്കളാഴ്ച പഠിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി എക്സോസ്റ്റഡ് ആവും. നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇനിയിപ്പോ നാളെ എന്നുള്ള ആ ഒരു പ്രൊക്രാസ്റ്റിനേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫിനെ തന്നെ കൊണ്ടുപോകും. ആ ഒരു പാറ്റേൺ റിപ്പീറ്റ് ആവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഈ പറയുന്ന പോലെ പറയുന്ന ഒരു കോമൺ പാറ്റേൺ എന്ന് പറഞ്ഞാൽ 10 മണിക്കൂർ ഒരു 3 ദിവസം പഠിക്കും, പിന്നെ ഒരാഴ്ച ബ്രേക്ക് എടുക്കും. റിസൾട്ട് എന്തായിരിക്കും, ലോസ് ഓഫ് മൊമെന്റം. നമ്മൾ ആ ഒരു പേസ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മളെ തന്നെ ഡൗട്ട് അടിച്ചു തുടങ്ങും, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ എത്ര ചെയ്തിട്ട് ശരിയാവുന്നില്ല. ബേൺ ഔട്ട് ആവും, നമ്മൾ പെട്ടെന്ന് ബേൺ ഔട്ട് ആവും. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് മാക്സിമം അവോയ്ഡ് ചെയ്ത് നമ്മൾ എന്ത് കൊണ്ടുവരണം, ഒരു വിന്നിങ് മൈൻഡ് സെറ്റ് കൊണ്ടുവരണം. വിന്നിങ് മൈൻഡ് സെറ്റ്, ഒരു പേടിയും ഇല്ലാതെ എക്സാമിനെ ഞാൻ നേരിടാൻ ഞാൻ റെഡിയാണ്, ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും, ഒരു വർഷം ഞാൻ ഇതിനു വേണ്ടിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ റെഡി ആണെന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ആ ഒരു വിന്നിങ് മൈൻഡ് സെറ്റിൽ സ്റ്റഡി ഡെയിലി 2 to 3 മണിക്കൂർ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ മിനിമം പഠിച്ചാൽ മതി എങ്കിൽ മതി. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ പോകാനായിട്ട് നോക്കുക. ആ ഒരു എന്താണ്, കമ്പാരിസൺ അവോയ്ഡ് ചെയ്യുക. അവൾ ഒരു 8 മണിക്കൂർ 7 മണിക്കൂർ പഠിക്കുന്നുണ്ട്, അത് ഉറക്കമൊന്നും ഇല്ലെന്നോ എന്നുള്ളൊരു ചിന്ത വരാതെ അവരെന്തോ ബാക്കിയുള്ളവർ ചെയ്യുന്നത് അവരുടെ കാലിബർ അനുസരിച്ചാണെങ്കിൽ അവരുടെ കപ്പാസിറ്റി പോലെ ആയിരിക്കും അവർ നോക്കുന്നത്, അവരുടെ ഒരു ലൈഫിന്റെ ആ ഒരു പോക്ക് പോലെ ആയിരിക്കും. പക്ഷെ നമ്മുടെ ലൈഫ് അങ്ങനെ ആവണമെന്നില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പൊ ജോലിയുള്ളവരായാലും ജോലി പഠിച്ചുകൊണ്ടിരിക്കുന്നവരായാലും അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ആളായാലും ഓരോരുത്തർക്കും ഓരോ രീതിയിലേ പഠിക്കാൻ പറ്റുള്ളൂ. ആ ഒത്ര എഫോർട്ട് എടുത്താൽ മതി. നിങ്ങളുടെ ഒരു പരിമിതിയിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. 2 മണിക്കൂറെങ്കിൽ 2 മണിക്കൂർ കൊടുത്ത് പഠിക്കുക. കമ്പാരിസൺ ഒഴിവാക്കുക. നിങ്ങളുടെ പ്ലാനിൽ നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു ടൈം ടേബിളിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യത്തിൽ നിങ്ങൾ എത്താനുള്ള ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് എന്താണ് ഏറ്റവും വലിയ കാര്യം, കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി ബീറ്റ്സ് ടാലന്റ് ഇൻ SSC CGL. ഇനി എത്രയൊക്കെ ബുദ്ധിശാലിയാണ്, ഇനി എത്രയൊക്കെ A+ വാങ്ങിച്ചവനാണ്, അല്ലെങ്കിൽ എത്രയൊക്കെ അവന് എല്ലാം ചെയ്യുന്നവനാണെന്ന് പറഞ്ഞാലും കൺസിസ്റ്റൻസി ഉള്ളവർ മാത്രമേ ഈ ഒരു റേസിൽ ജയിക്കാൻ പോവുള്ളൂ. ഈ ഒരു വലിയൊരു ഫീൽഡിൽ എത്തി നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ്. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി ആ ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു അൽഗോറിതം നിങ്ങൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്, എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമാണ്. അതിന് നിങ്ങളുടെ ഭാഗത്തുള്ള ഒരു എഫേർട്ട് അത് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് നല്ലൊരു വർഷമായിട്ട് തന്നെ മാറും. അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ്, ഈ ഒരുപാട് പോയിന്റ്സ് ഞാൻ പറഞ്ഞു. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അവോയ്ഡ് ചെയ്യുക. നിങ്ങളുടെ എക്സാംസിന് ഈ ഒരു മിസ്റ്റേക്സ് ഇനി വരുത്തേ ചെയ്യരുത്. അത് നിങ്ങൾ മോക്കിലൂടെ എന്ത് ചെയ്യണം, പ്രിവെന്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിലേക്ക് എത്തുമ്പോൾ അത് കംപ്ലീറ്റ്ലി സെറ്റ് ആവും. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പൊ എല്ലാവരും ഈ ഒരു ഫോളോ അപ്പ് ഐഡിയ എന്ത് ചെയ്യുക, ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ ഒരു വർഷം തന്നെ നിങ്ങൾ എല്ലാവരും ഒരു ജോലിയിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.